ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ എ ജെ ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ KSR അപ്പൻഡിക്സിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമുക്കറിയാം KSR വോളിയം 1 ബുക്കിൽ അവസാന പേജ്, അതായത് KSR വോളിയം 1 പേജ് 285 മുതൽ 363 വരെയുള്ള ഭാഗങ്ങളിൽ അപ്പൻഡിക്സുകളാണുള്ളത്. 1 to 12 അപ്പൻഡിക്സിസ് അഥവാ അനുബന്ധങ്ങൾ. അപ്പോൾ അതിലുൾപ്പെടുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൻഡിക്സ് 1 മുതൽ 12 വരെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത് ഈ എഗ്രിമെൻറ്റുകളാണ്, അതായത് മോഡൽ ഫോംസ് സംബന്ധിച്ച എഗ്രിമെൻ്റാണ്. അപ്പൻഡിക്സ് 2 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ലിസ്റ്റാണ് അപ്പൻഡിക്സ് 2 പറയുന്നത്. അപ്പൻഡിക്സ് 3 എന്ന് പറയുന്ന റൂൾസ് റിലേറ്റിംഗ് ടു ചാർജ് ഓഫ് ഓഫീസർ. അപ്പൻഡിക്സ് 4 റൂൾസ് റെഗുലേറ്റിംഗ് ഗ്രാൻഡ് ഓഫ് സ്പെഷ്യൽ പേ ആൻഡ് കോമ്പൻസേറ്ററി അലവൻസുകളെ കുറിച്ചാണ്. അതുപോലെ അപ്പൻഡിക്സ് 4A എന്ന് പറഞ്ഞ് ഒരെണ്ണമുണ്ട്, അത് റൂൾസ് റെഗുലേറ്റിംഗ് ഗ്രാൻഡ് ഓഫ് ഓവർ ടൈം അലവൻസസ് ടു ദ സ്റ്റാഫ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡ്യൂറിങ് സെഷൻസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതുപോലെ അപ്പൻഡിക്സ് 5 എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ട്യൂബർകുലോസിസ് TB ആൻഡ് ലെപ്രസി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ പർപ്പസ് ഓഫ് ഗ്രാൻഡ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി ലീവ് ടു ഓഫീസേഴ്സ് നോട്ട് ഇൻ പെർമനൻറ്റ് എംപ്ലോയി. പിന്നെ അതുപോലെ അപ്പൻഡിക്സ് 6 ഡിലീറ്റഡ് ആണ്. അപ്പൻഡിക്സ് 7 റൂൾസ് റിലേഷൻ ടു കാഷ്വൽ ലീവ് ആണ്. അപ്പൻഡിക്സ് 8 റൂൾസ് ഫോർ ദ ഗ്രാൻഡ് ഓഫ് ലീവ് ടു ഓഫീസേഴ്സ് അപ്പോയിൻറ്റഡ് ഫോർ ലിമിറ്റഡ് പീരിയഡ്സ് ആണ്. അപ്പൻഡിക്സ് 9 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഹില്ലി ട്രാക്സ് എന്ന് പറയുമ്പോൾ കുന്നിൻ പ്രദേശങ്ങൾ. അതുപോലെ അപ്പൻഡിക്സ് 10 എന്ന് പറയുന്നത് കേരള സർവീസ് റൂൾ പാർട്ട് 3 ആണ്. അപ്പൻഡിക്സ് 11 ഡിലീറ്റഡ് ആണ്. അപ്പൻഡിക്സ് 12 എന്ന് പറയുന്നത് നമ്മുടെ റേഡിയേഷൻ വർക്കേഴ്സിൻ്റെ ലീവ്സ് സംബന്ധിച്ച റൂളാണ്. റേഡിയേഷൻ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അറിയോ, റേഡിയോഗ്രാഫർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അവരുടെ മെഡിക്കൽ സർവീസിലുള്ള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസിലുള്ള റേഡിയേഷൻ വർക്കേഴ്സിൻ്റെ റൂൾസാണ് അപ്പൻഡിക്സ് 12 എന്ന് പറയുന്നത്. പിന്നെ അപ്പൻഡിക്സ് 12A നമ്മൾ പഠിച്ചുള്ള 12A 12B 12C അല്ലേ. 12A എന്ന് പറയുന്നത് LWA ആണ്, ലീവ് വിത്തൗട്ട് അലവൻസ്. അത് എംപ്ലോയ്മെൻറ്റ് അബ്രോഡ് ഓർ വിത്തിൻ ഇന്ത്യ അല്ലേ, വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർ, ലീവ് എടുത്തിട്ട് പോകുന്നവർ. അതുപോലെ ഇന്ത്യയിൽ തന്നെ ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ജോബ് കിട്ടുവാണെങ്കിൽ എങ്ങനെ പോകുന്നവർ ലീവ് എടുത്തിട്ട് പോകും അല്ലേ, LWA. അത് 12A ആണ്. 12B എന്ന് പറയുന്നത് LWA തന്നെ സ്റ്റഡി പർപ്പസിന് വേണ്ടി ലീവ് എടുക്കുന്നത്, അത് 12B LWA അപ്പൻഡിക്സ് ആണ്. 12C എന്ന് പറയുന്നത് ജോയിങ് സ്പൗസ് അല്ലെ, വിദേശത്ത് സ്പൗസ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോകുന്നത് LWA. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഈ അപ്പൻഡിക്സ് 12A 12B 12BCയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിച്ചു. എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. ആദ്യത്തെ എന്താണ്, ദ ലീവ് വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി ഈസ്. ദ ലീവ് വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി ഈസ്, ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കുന്ന ലീവ് ഏതാണ്? കാഷ്വൽ ലീവാണ് അല്ലേ, കാഷ്വൽ ലീവാണ് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കുന്നത്. ദി മാക്സിമം ലിമിറ്റ് ഓഫ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻറ്റഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ പ്രസൻസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഇൻ ദ റെസിഡൻസ് ഓഫ് ദ ഓഫീസർ. അതാണ് പകർച്ചവ്യാധി. ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത് പകർച്ചവ്യാധി. അപ്പോൾ പകർച്ചവ്യാധി മൂലം ഒരു ഓഫീസർ തൻ്റെ വസതിയിൽ ഒരു ഓഫീസർക്ക് അനുവദിക്കാവുന്ന പ്രത്യേക കാഷ്വൽ ലീവ്, സ്പെഷ്യൽ കാഷ്വൽ ലീവിൻ്റെ പരമാവധി സ്പെഷ്യൽ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് എത്രയാണ്? 21 days ആണ്. അദ്ദേഹത്തിൻ്റെ റൂമിൽ തന്നെ അല്ലേ, പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ പുറത്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ റൂമിൽ തന്നെ അനുവദിക്കാവുന്ന ആ ഡിസീസിന് ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. ഇൻഫെക്ഷ്യസ് ഡിസീസ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. KSR വോളിയം 1 അപ്പൻഡിക്സ് 7 സെക്ഷൻ 2 ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞത് പേജ് 325 കേട്ടോ. KSR വോളിയം പേജ് 325 നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്മോൾ പോക്സ് ഉണ്ട്, പ്ലേഗ് ഉണ്ട്, കോളറ ഉണ്ട്, അതുപോലെ ടൈഫോയിഡ് ഉണ്ട്, അക്യൂട്ട് ഇൻഫ്ലുവൻസ്ഡ് ന്യൂമോണിയ ഉണ്ട്, ഡിപ്തീരിയ, സെറിബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസ്, ഇതൊക്കെ പകർച്ചവ്യാധി. ഇതിനൊക്കെയാണ് ഈ 21 days മാക്സിമം അനുവദിക്കുന്നത്. ദിവസത്തിൻ്റെ റെസിഡൻസിൽ തന്നെ 21 days അനുവദിക്കുന്നത് അങ്ങനെയുള്ള കേസുകൾക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പേജ് 325 വായിച്ചു നോക്കുക എന്നതാണ് അതിനകത്ത് ചെയ്യാവുന്ന കാര്യം. ഇനി നമ്മൾ എന്താ പറയുക, അപ്പൻഡിക്സ് സ്പെഷ്യൽ കാഷ്വൽ ലീവിനെ കുറിച്ചല്ലേ ഇപ്പോൾ പറയാം. അപ്പോൾ സ്പെഷ്യൽ കാഷ്വൽ ലീവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് സൂചിപ്പിച്ചേക്കാം. ഏതൊക്കെ ഇതിന് സ്പെഷ്യൽ കാഷ്വൽ ലീവ് എടുക്കാൻ സാധിക്കും എന്നുള്ള ഇതിനെക്കുറിച്ച്, അതായത് കുറച്ച് കാര്യങ്ങൾ പറയാം. വാസക്ടമി ഓപ്പറേഷൻ, ബാക്കി നിങ്ങളത് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടെത്തിയാം. എന്നാലും ഞാൻ ഒന്ന് ഓടിച്ച് പറയാൻ പോവുകയാണ്. വാസക്ടമി ഓപ്പറേഷൻ ഫോർ മെയിൽ എംപ്ലോയിക്ക് അത് 6 വർക്കിംഗ് ഡേ ആണ്. 6 വർക്കിംഗ് ഡേ നോട്ട് എക്സീഡിങ് 6 വർക്കിംഗ് ഡേ. 6 വർക്കിംഗ് ഡേ കൂടാൻ പാടില്ല വാസക്ടോമി ഓപ്പറേഷൻ. പിന്നെ അതുപോലെ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ അല്ലെ, പ്രസവം നിർത്താനായിട്ട് ഫീമെയിൽസിന് അത് നോട്ട് എക്സീഡിങ് 14 days ആണ്.
പിന്നെ അതുപോലെ ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ ഭാര്യയ്ക്ക് വൈഫിന് ഗൈനോ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബക്ടോമി ഓപ്പറേഷൻ വിത്തൗട്ട് ഡെലിവറി ഉള്ള ട്യൂബക്ടോമി ഓപ്പറേഷനാണ് ഗൈനോ സ്റ്റെറിലൈസേഷനാണ് പ്രസവം നിർത്തൽ അല്ലേ, ഡെലിവറി കൂടാതെയുള്ള അതിനു വേണ്ടി മാത്രമായിട്ട് അല്ലേ, വിത്തൗട്ട് ഡെലിവറിക്ക്. അത് നോട്ട് എക്സീഡിങ് 7 days ആണ്, 7 ദിവസത്തിൽ കവിയാൻ പാടില്ല അങ്ങനെയുള്ള ഇത്. അത് വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്, ഇതിനെല്ലാം ഇത് വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ വിമൻ എംപ്ലോയി IUCD ഇൻസേർഷൻ അല്ലേ, ഗർഭനിരോധന മാർഗം, അത് 1 day ആണ്. കോപ്പറേറ്റീവ് പോലുള്ള കാര്യങ്ങൾ അതിന് 1 ദിവസമാണ്, ഇൻസേർഷന് 1 ദിവസമാണ്, റീഇൻസേർഷന് വീണ്ടും 1 ദിവസം കൂടിയാണ് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്നത് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ഫോർ ക്യാൻസർ പേഷ്യൻറ്റിന് അത് 6 months ആണ്, 180 ദിവസം സ്പെഷ്യൽ ലീവ് ഉണ്ട്. ക്യാൻസർ ബാധിതരായവർക്ക് കീമോതെറാപ്പിക്കും റേഡിയേഷനും വേണ്ടിയിട്ട് 180 days ഉണ്ട്. പിന്നെ അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് 45 days ആണ്, 45 ദിവസം. ശാരീരിക മാനസിക വെല്ലുകൾ ഫിസിക്കൽ ആൻഡ് മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുള്ള മാതാപിതാക്കളുണ്ട്, പക്ഷെ അവർക്ക് സ്പെഷ്യൽ ലീവ് 15 ദിവസമാണ് ഒരു വർഷം അനുവദിച്ചിരിക്കുന്നത്. പിന്നെ രക്തം ദാനം ചെയ്യാനായിട്ട് ബ്ലഡ് ഡൊണേഷൻ, അത് ഡൊണേഷൻ ചെയ്യാനായിട്ട് വർഷത്തിൽ 2 തവണ ഡൊണേഷൻ ചെയ്യാനായിട്ട്, ഒരു കലണ്ടർ ഇയറിൽ 2 തവണയാണ് ബ്ലഡ് ഡൊണേഷന് ഇതുള്ളത്. 2 ദിവസമാണ്, ഒരു തവണ 2 ദിവസം, അങ്ങനെ 2 തവണ 4 ദിവസമാണ് അതിന് ബ്ലഡ് ഡൊണേഷൻ്റെ സ്പെഷ്യൽ ക്യാഷ് ലീവ് ഉള്ളത്. പിന്നെ ഈ സ്റ്റാഫ് കൗൺസിൽ മെമ്പറായ ജീവനക്കാരന് കൗൺസിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് യാത്രയ്ക്കുള്ള ജേർണിക്കുള്ള ദിവസം, അത് സ്പെഷ്യൽ ക്യാഷ് ലീവായിട്ട് ആ ദിവസമാണ് കണക്കാക്കുന്നത്. അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP ഗർഭചിത്രം അല്ലേ, 3 കുട്ടികളിൽ താഴെയുള്ള വിമൻ എംപ്ലോയീസിന് MTP ചെയ്യാനായിട്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അത് 6 days ആണ് അനുവദിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാതെ ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഗവൺമെൻറ് എംപ്ലോയിക്ക് 15 ദിവസത്തെ സ്പെഷ്യൽ ക്യാഷ് ലീവ് ഉണ്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന്. അതുപോലെ അത് തന്നെ വീണ്ടും നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ എത്ര കിട്ടും, പിന്നെയും കൂടും അല്ലേ, 45 ദിവസം നാഷണൽ ചാമ്പ്യൻഷിപ്പിനാണെങ്കിൽ 45 ദിവസം, അങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോകണില്ല. പിന്നെ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിനാണെങ്കിൽ വീണ്ടും കൂടും, 90 ദിവസമാണ് സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണലിൽ 90 ദിവസം. പിന്നെ അതുപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് ഈ ജില്ലാ തല ഡിസ്ട്രിക്ട് സ്പോർട്സ് അസോസിയേഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസ് ബെയറേഴ്സായിട്ട് പോകുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവർക്ക് 10 days 10 ദിവസത്തെ സ്പെഷ്യൽ ക്യാഷ് ലീവാണ് അവർക്കായിട്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ക്യാഷ് ലീവ് ഇനിയും ഉണ്ട്, ഞാൻ കുറച്ചധികം നിങ്ങളുടെ മെമ്മറിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ബാക്കിയൊക്കെ നിങ്ങൾ ആ പേജ് 325 മുതലുള്ളതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി മാക്സിമം പീരീഡ് ഓഫ് സ്പെഷ്യൽ ക്യാഷ് ലീവ് ഇൻ എ ഇയർ എലിജിബിൾ ഫോർ എ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയി എലിജിബിൾ ടു ക്ലെയിം കൺവേയൻസ് അലവൻസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൽനെസ് കണക്റ്റഡ് വിത്ത് ദ ഹാൻഡിക്യാപ്പീസ്. എന്തുവാണത് ശരിക്കും പറഞ്ഞാൽ ശാരീരികമല്ല, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ശാരീരിക വൈകല്യമുള്ള ഒരു ജീവനക്കാരന് വർഷത്തിൽ സ്പെഷ്യൽ ക്യാഷ് ലീവ് അല്ലെ അലവൻസും പറയുന്നത്. സ്പെഷ്യൽ ക്യാഷ് ലീവിൻ്റെ പരമാവധി എന്ന് പറയുന്നത് എത്രയാണ്, 15 ദിവസമാണ്. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയിയുടെ സ്പെഷ്യൽ ക്യാഷ് ലീവ് ഒരു വർഷം പരമാവധി എന്ന് പറയുന്നത് 15 ദിവസമാണ്. അത് പേജ് 337 KSR വോളിയം 1 പേജ് 337 നിങ്ങൾ നോക്കണം. അപ്പൻഡിക്സ് 7 16A അത് കാണുന്നത്. നോക്കാം. An officer is appointed for a period of 5 years. The maximum period of earned leave that may be accumulated is. എന്താണ്, 5 വർഷത്തേക്ക് മാത്രമായിട്ട് നിയമിച്ചൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഏൺ ലീവ് സമ്പാദിച്ച ഏൺ ലീവ് അതിൻ്റെ കാലാവധി എത്രയാണ് എന്നുള്ള 2 മാസമാണ്, 2 months ആണ് അത് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ലീവ് ദാറ്റ് മേ ബി അക്യുമുലേറ്റഡ് എന്ന് പറയുന്നത് 2 months ആണ്, അല്ലെങ്കിൽ 60 days 60 ദിവസമാണ്. അപ്പൻഡിക്സ് 8-2 വായിച്ചാൽ പേജ് 342 വായിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത് നോക്കാം. ദ മാക്സിമം പീരീഡ് ഓഫ് കോമ്പൻസേഷൻ ലീവ് ദാറ്റ് ക്യാൻ ബി അക്യുമുലേറ്റഡ് അറ്റ് എ ടൈം. കോമ്പൻസേഷൻ ലീവ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോമ്പൻസേഷൻ ലീവ് കോമ്പൻസേഷൻ ലീവ് ക്യാൻ ബി അക്യുമുലേറ്റഡ് അറ്റ് എ ടൈം, ഒരു സമയത്ത് ശേഖരിക്കാവുന്ന കോമ്പൻസേറ്ററി അലവൻസിൻ്റെ പരമാവധി കാലയളവ് എത്ര, 10 ദിവസമാണ് അല്ലേ. ഒരു വർഷം ആകെ CH അല്ല കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത് 15 ദിവസമാണ് മാക്സിമം. അതിൽ ഒറ്റ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്ന ഒരു സമയത്ത് ശേഖരിക്കാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസമാണ്. അപ്പൻഡിക്സ് 7 സെക്ഷൻ 3-4 പേജ് 340 അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. ഇനി കുറച്ച് കോമ്പൻസേഷൻ ലീവിനെ കുറിച്ച് 1-2 കൂടെ പറഞ്ഞ ഈ സമയത്തിൽ ഒരു ഓഫീസർക്ക് ഒരു വർഷം അനുവദിക്കാവുന്ന മാക്സിമം കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത്
15 ദിവസമാണ്, 15 days ആണ് മാക്സിമം കോമ്പൻസേഷൻ ലീവ് ഒരു വർഷം. പിന്നെ അതുപോലെ കോമ്പൻസേഷൻ ലീവ് നമ്മുടെ ക്യാഷ് ലീവുമായിട്ട് കമ്പൈൻ ചെയ്യാവുന്ന ലീവാണ്. കോമ്പൻസേഷൻ ലീവ് ക്യാഷ് ലീവുമായിട്ട് കമ്പൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഹെഡ് ഓഫ് ഓഫീസിന് കോമ്പൻസേഷൻ ലീവ് എടുക്കാൻ പറ്റില്ല. ഹെഡ് ഓഫ് ഓഫീസിന് വകുപ്പ് മേധാവിക്ക് ഒരു കാരണവശാലും കോമ്പൻസേഷൻ ലീവ് എടുക്കാൻ സാധിക്കില്ല. അതുപോലെ കോമ്പൻസേഷൻ ലീവ് ഓഫ് ദ റേറ്റ് ഓഫ് 1 day ഫോർ ഈച്ച് പബ്ലിക്. ഓരോ പബ്ലിക് ഹോളിഡേക്കും അല്ലേ, പബ്ലിക് ഹോളിഡേക്കുമാണ് ഓരോ 1 day ആണ് റേറ്റ് ഒക്കെ ആണെങ്കിൽ റേറ്റ് ഓഫ് 1 day ഫോർ ഈച്ച് പബ്ലിക് ഹോളിഡേ എന്നുള്ള കണക്കിലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഓഫീസർ ജോയിൻ ഡ്യൂട്ടി ഓൺ 1/9/2010. ദ മാക്സിമം നമ്പർ ഓഫ് ക്യാഷ്വൽ ലീവ് ദാറ്റ് മേ ബി ഗ്രാൻഡഡ് ടു ദ ഓഫീസ് ഇൻ 2010. 2010 അല്ലേ, അതായത് 9-ാം മാസമാണ്, 2010 9-ാം മാസമാണ് ഒരു ഓഫീസർ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് എത്ര ക്യാഷ് ലീവ് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഒരു കലണ്ടർ ഇയറിൽ എത്ര ക്യാഷ് ലീവ് ഉണ്ട്? ഒരു കലണ്ടർ ഇയറിൽ 20 ക്യാഷ് ലീവാണ് അനുവദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം എപ്പോഴാണ് കയറിയിരിക്കുന്നത്? ഇദ്ദേഹം അവസാന സമയം 4 മാസം അല്ലേ, കലണ്ടർ ഇയർ അവസാനിക്കാനായിട്ട് 4 മാസമേ ഉള്ളൂ. അപ്പോഴാണ് അദ്ദേഹം കയറിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഇത് കിട്ടുമോ? ഇല്ല, സെപ്റ്റംബർ മാസം അല്ലേ, സെപ്റ്റംബറിലാണ് അദ്ദേഹം കയറിയിരിക്കുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം കൂടെ കഴിയുമ്പോൾ ആ കലണ്ടർ തീരും. അദ്ദേഹത്തിന് 20 ദിവസം ക്യാഷ് ലീവ് കിട്ടുമോ? കിട്ടും അല്ലേ, അദ്ദേഹത്തിന് എടുക്കാം. എപ്പോൾ കയറിയാലും ആ ഒരു വർഷത്തിൽ എപ്പോൾ കയറി മാസാവസാനം കയറിയാലും അദ്ദേഹത്തിന് 20 ദിവസം തന്നെയാണ് ക്യാഷ് ലീവ് അനുവദിക്കുന്നത്. അത് വകുപ്പ് മേധാവിയുടെ അനുവാദം. ലീവിൻ്റെ കാര്യത്തിൽ വകുപ്പ് മേധാവിയാണല്ലോ, അപ്പോൾ അത് വകുപ്പ് മേധാവിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് 20 ദിവസം ഇത് ലീവ് ക്യാഷ് ലീവ് അനുവദിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? നോക്കാം. ദ മാക്സിമം പീരിയഡ് ഓഫ് ആബ്സെൻസ് കമ്പൈനിങ് ക്യാഷ് ലീവ് വിത്ത് സൺഡേയ്സ് ആൻഡ് ഹോളിഡേയ്സ് അറ്റ് എ സ്ട്രെച്ചീസ്. മാക്സിമം പീരിയഡ് ഓഫ് ആബ്സെൻസ് കമ്പൈനിങ് കാഷ്വൽ ലീവ് വിത്ത് സൺഡേയ്സ് ആൻഡ് ഹോളിഡേയ്സ് അറ്റ് എ സ്ട്രെച്ചീസ്. ആകെ ക്യാഷ് ലീവ് അല്ലേ, അതായത് ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാവുന്ന ക്യാഷ് ലീവ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ദ മാക്സിമം പീരിയഡ് ഓഫ് ആബ്സെൻസ് കമ്പൈനിങ് ക്യാഷ് ലീവ് വിത്ത് സൺഡേയ്സ് ആൻഡ് സൺഡേയ്സും ഹോളിഡേയ്സും ഉൾപ്പെടെയാണ്. ഒറ്റ സ്ട്രെച്ചിൽ എത്ര എടുക്കുന്നത്? 15 ദിവസം തുടർച്ചയായിട്ട് എടുക്കാം. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സൺഡേയ്സും ഹോളിഡേയ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ആ 15 ദിവസത്തിൽ അത് ഇൻക്ലൂഡ് ആവും. എന്നാൽ ഒറ്റ സ്ട്രെച്ചിൽ 15 ദിവസം ക്യാഷ് ലീവ് എടുക്കാം. ഇത് തന്നെ നമ്മൾ എന്താ പറയുക, ഈ അറ്റ് സ്ട്രെച്ചീസ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി വർക്കിംഗ് ന്യൂഡൽഹി. ഇനി ന്യൂഡൽഹിയിൽ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ന്യൂഡൽഹിയിൽ നമുക്കറിയാം കേരള ഹൗസൊക്കെ ഉണ്ടല്ലോ, കേരള ഹൗസിലൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയിയിലെ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ന്യൂഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയിക്ക് അറ്റ് സ്ട്രെച്ച് ഒറ്റ സ്ട്രെച്ചിൽ എത്ര ദിവസം എടുക്കാം? 20 days ക്യാഷ് ലീവ് എടുക്കാം അല്ലേ. 20 ദിവസം ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാം. അവരത്രയും ദൂരെ ആയതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന പിന്നെ എംപ്ലോയിക്കാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ 15 days മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ക്യാഷ് ലീവിനെ കുറിച്ച് മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം. അപ്പൻഡിക്സ് 7 ആണ് കേട്ടോ. അപ്പൻഡിക്സ് 7 നിങ്ങൾ നോക്കണം. അതായത് ഒരു കലണ്ടറിൽ നമ്മൾ പറഞ്ഞ ആകെ ക്യാഷ് ലീവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 days ആണ്. ഇത് നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് കേട്ടോ. നോൺ വെക്കേഷൻ ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ് ഏത് ഒരു വർഷം 20 ദിവസം. ഇനി നമ്മുടെ ടീച്ചർമാർ അല്ലേ, അധ്യാപകരൊക്കെ ഉൾപ്പെടുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ടീച്ചിങ് സ്റ്റാഫ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അത് വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒഴിവുകാലമുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർക്ക് എത്രയാണ് ക്യാഷ് ലീവ് ഒരു വർഷം അനുവദിച്ചിരിക്കുന്നത്? 15 ദിവസമാണ് അവർക്ക്. ടീച്ചേഴ്സിനൊക്കെ ടീച്ചിങ് സ്റ്റാഫ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് 15 days ആണ് വെക്കേഷൻ ക്യാഷ് ലീവ് അനുവദിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഓഫീസുകളിലും ഒരു കാഷ്വൽ ലീവ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. ഒരു കാഷ്വൽ ലീവ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏത് ഫോമിലാണ്? ഫോം നമ്പർ 19 ആണ്. ഫോം നമ്പർ 19 പ്രകാരമുള്ള ഒരു കാഷ്വൽ ലീവ് രജിസ്റ്റർ എല്ലാ ഓഫീസിലും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ ഒരു ഓഫീസർക്ക് ഹാഫ് ഡേ അല്ലേ, ഒരു ദിവസം പകുതി ക്യാഷ് ലീവ് കിട്ടുമോ? ഒരു ജീവനക്കാരന് പകുതി ദിവസമായിട്ട് ക്യാഷ് ലീവുമോ? കിട്ടും അല്ലേ, അത് കിട്ടും. ഒരു ഓഫീസർക്ക് ഹാഫ് ഡേ കിട്ടും. എന്നാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മ്യൂസിയം ആൻഡ് സൂവിലെ സ്റ്റാഫിന്, മ്യൂസിയം ആൻഡ് സൂ അത് തിരുവനന്തപുരത്താണ് അല്ലേ, അപ്പോൾ അവിടുത്തെ സ്റ്റാഫിന് ഈ ഹാഫ് ഡേ ക്യാഷ് ലീവ് അനുവദിക്കില്ല അല്ലേ. അത് അവിടുത്തെ ക്യാഷ് ലീവായിട്ട് കഴിയും. പിന്നെ അതൊരു മറ്റു ലീവുമായിട്ട് ഹാഫ് ഡേ ക്യാഷ് ലീവ് സ്റ്റാഫിന്, മ്യൂസിയം ആൻഡ് സൂവിലെ സ്റ്റാഫിന് ക്യാഷ് ലീവ് ഹാഫ് ഡേ ആയിട്ട് അനുവദിക്കത്തില്ല. അത് അത്രയുമാണ് ക്യാഷ് ലീവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അതാണ് നിങ്ങൾ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ്? ദ മാക്സിമം ക്യാഷ് ലീവ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി അപ്പോയിൻറ്റഡ് ത്രൂ എംപ്ലോയ്മെൻറ്റ് എക്സൈസ് ഫോർ എ പീരിയഡ് ഓഫ് 180 days
ഗവൺമെൻറ് എക്സ്ചേഞ്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുന്ന ഒരു ജീവനക്കാരൻ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായിട്ട് നിയമിക്കുമല്ലോ, 180 days ആയിട്ട് 6 മാസത്തേക്ക് വിളിക്കുന്ന, അങ്ങനെ എംപ്ലോയ്മെൻറ്റ് വഴി നിയമിക്കുന്ന ഒരു ജീവനക്കാരന്, ടെമ്പററി ആയിട്ടുള്ള ജീവനക്കാരന് എത്ര ക്യാഷ് ലീവ് അവർക്കുണ്ടല്ലോ? ക്യാഷ് ലീവ് എത്ര ക്യാഷ് ലീവ് അവർക്കുള്ളത്? മാക്സിമം 6 days ആണ്. 180 ദിവസത്തിൽ 6 മാസത്തിൽ അവർക്ക് 6 ദിവസം എംപ്ലോയ്മെൻറ്റ് ജീവനക്കാർക്ക് ക്യാഷ് ലീവ് എടുക്കാവുന്നതാണ്. അടുത്ത് നോക്കാം. ദ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ആബ്സെൻസ് അലവബിൾ ഓൺ ക്യാഷ്വൽ ലീവ് ഇൻക്ലൂഡിങ് ദ ഹോളിഡേയ്സ് എത്രയാണ്? 15 days ആണ് അല്ലേ? ക്യാഷ്വൽ ലീവ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത്. ഹോളിഡേ ഉൾപ്പെടെയാണ്, സൺഡേയും ഹോളിഡേയും ഒക്കെ ഉൾപ്പെടെയാണ് ക്യാഷ് ലീവ് അലവബിൾ അനുവദിച്ചിരിക്കുന്നത്. 15 ദിവസം തുടർച്ചയായിട്ട് എടുക്കാം കണ്ടിന്യൂസ്ലായിട്ട്, ഹെഡ് ഓഫ് ഓഫീസ് അനുവദിച്ചാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. എ റേഡിയേഷൻ വർക്കർ വിൽ ബി അലൗഡ് ഡാഷ് ഡേയ്സ് ഓഫ് സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ്. റേഡിയേഷൻ വർക്കർക്ക് അനുവദിച്ചിരിക്കുന്ന സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് എത്രയാണ്? 30 ദിവസം, ഒരു മാസം അല്ലേ? 30 ദിവസം, ഒരു കലണ്ടർ ഇയറിൽ 30 ദിവസം ഒരു റേഡിയേഷൻ വർക്കർക്ക് സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് അനുവദിച്ചിട്ടുണ്ട്. അപ്പൻഡിക്സ് 12 നോക്കിയാൽ മതി. അപ്പൻഡിക്സ് 12 എന്ന് പറയുന്നത് ഈ റേഡിയേഷൻ വർക്കർക്കുള്ള ലീവിനെ കുറിച്ച് പറയുന്നതാണ്. അത് പെർമനൻ്റ് ആയിട്ടുള്ള വർക്കർക്കും ഉണ്ട്, ടെമ്പററി ആയിട്ട് വർക്കർക്കും ഈ 30 ദിവസം അനുവദിച്ചിട്ടുണ്ട്. റേഡിയേഷൻ വർക്കർ എന്ന് പറയുമ്പോൾ റേഡിയോളജിസ്റ്റ് ഉണ്ട്, റേഡിയോഗ്രാഫർ ഉണ്ട്, അതുപോലെ ടെക്നീഷ്യൻ ആൻഡ് നഴ്സിംഗ് സ്റ്റാഫിംഗ് ഓഫ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ടെക്നീഷ്യന്മാരുണ്ട്, നഴ്സിംഗ് സ്റ്റാഫുണ്ട്. അവർക്കും എല്ലാവർക്കും ഈ 30 ദിവസം ഈ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റേഡിയേഷൻ വർക്കേഴ്സിന് 30 ദിവസമാണ് സ്പെഷ്യൽ ക്യാഷ് ലീവ് ഒരു കലണ്ടറിൽ ഉള്ളത്. നോക്കാം. വാട്ട് ഈസ് ദ ഫോം ഇൻ വിച്ച് രജിസ്റ്റർ ഓഫ് ക്യാഷ് ലീവ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ്? ഏത് ഫോമിലാണ് ക്യാഷ് ലീവ്? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ക്യാഷ് ലീവ് രജിസ്റ്റർ ഓഫ് ക്യാഷ് ലീവ് രജിസ്റ്റർ എല്ലാ ഓഫീസിലും മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏത് ഫോമിലാണ്? ഫോം നമ്പർ 19 ആണ്. ഫോം നമ്പർ 19 നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ KSRൻ്റെ വോളിയം 1 ബുക്ക് തുറന്നിട്ട് ആ പേജ് 378 നോക്കിയാൽ മതി. പേജ് 378 നോക്കുമ്പോൾ ഫോം നമ്പർ 19 കാണാൻ സാധിക്കും. എങ്ങനെ എപ്രകാരമാണ് രജിസ്റ്റർ ഓഫ് ക്യാഷ് ലീവ് എന്നുള്ളത് നിങ്ങൾ ഓഫീസുകളൊക്കെ ഉണ്ടാവും അല്ലേ, അപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും അതിൻ്റെ ഫോം കാണണമെങ്കിൽ നിങ്ങൾ ബുക്കിൽ KSR കാണണമെങ്കിൽ 378 പേജ് നോക്കിയാൽ മതി. നോക്കാം. ദ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ദ സ്പെഷ്യൽ ഡിസേബിലിറ്റി ലീവ് ക്യാൻ ബി ഗ്രാൻറ്റഡ് ഈസ്. സ്പെഷ്യൽ ഡിസേബിലിറ്റി ലീവ് അത് അനുവദിക്കാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 24 months ആണ്. 2 വർഷം വരെ സ്പെഷ്യൽ ഡിസേബിലിറ്റി ലീവ് അനുവദിക്കാം. മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ദ സ്പെഷ്യൽ ഡിസേബിലിറ്റി ലീവ് ക്യാൻ ബി ഗ്രാൻറ്റഡ് ഈസ് 24 months. അടുത്ത് നോക്കാം. എന്താണ്? റൂൾസ് ഫോർ ദ ഗ്രാൻഡ് ഓഫ് ലീവ് ടു ഓഫീസേഴ്സ് അപ്പോയിൻറ്റഡ് ഫോർ ലിമിറ്റഡ് പീരീഡ് ഈസ് റെഗുലേറ്റഡ് ഇൻ. എത്രയാണ്? റൂൾസ് ഫോർ ദ ഗ്രാൻഡ് ഓഫ് ലീവ് ടു ഓഫീസേഴ്സ് അപ്പോയിൻറ്റഡ് ഫോർ ലിമിറ്റഡ് പീരീഡ് ഈസ് റെഗുലേറ്റഡ്. അപ്പൻഡിക്സ് 8 Part 1 KSR ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. പരിമിത കാലയളവിലേക്ക് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവധി അനുവദിക്കുന്നതിനുള്ള നിയമങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത് അത് ഏതാണ്? അപ്പൻഡിക്സ് 8 Part 1 KSR ആണ്. അടുത്ത് നോക്കാം. ഹൗ മെനി സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് വിച്ച് ക്യാൻ ബി സാങ്ഷൻ to an officer when an officer is infected with chicken pox? അത് ചോദിക്കുന്നത് how many special cash leave which can be sanctioned to an officer when an officer is infected with chicken pox. എൻ്റെ ആൻസർ എന്താ? നോട്ട് അഡ്മിസിബിൾ ആണ്. നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു അല്ലേ, ചിക്കൻ പോക്സ് ഉണ്ടോ അതിനകത്ത്? സ്മോൾ പോക്സ് ഉണ്ട്, ചിക്കൻ പോക്സ് ഇല്ല. അപ്പോൾ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദനീയമല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? നോട്ട് അഡ്മിസിബിൾ ആണ്. മറ്റേ സ്മോൾ പോക്സ് ഒക്കെ ആണെങ്കിൽ 21 days ആണ് അല്ലേ, 21 days ആണ്. മറ്റ് ഇൻഫെക്ഷൻ ഡിസീസ് നമ്മൾ കുറച്ച് അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ആ പേജെങ്കിലും ഓർത്തിരിക്കണം. KSR വോളിയം ഏതാണെന്നുള്ള ആ പേജ് ഓർത്തിരിക്കണം, വായിച്ച് നോക്കണം. നോക്കാം. സ്പെഷ്യൽ ഡിസേബിലിറ്റി ലീവ് മേ ബി ഗ്രാൻറ്റഡ് ടു ആൻ ഓഫീസർ ഹു ഈസ് ഡിസേബിൾഡ് ബൈ ഇഞ്ചുറി കോസ്ഡ് ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടി. ഇറ്റ് ഈസ് അഡ്മിസിബിൾ ടു. എന്താണ്? എല്ലാ ഓഫീസേഴ്സിനും ഉണ്ട് അല്ലേ സ്പെഷ്യൽ ഡിസേബിലിറ്റി ലീവ് എന്ന് പറയുന്നത്. ആർക്കും എന്തെങ്കിലും സംഭവിക്കില്ല ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ അല്ലേ, അദ്ദേഹം ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിലായിരിക്കണം. ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് ഡിസേബിലിറ്റി ലീവ് എല്ലാവർക്കും, ഓൾ ഓഫീസേഴ്സിനും അത് കിട്ടും.
Special casual leave that can be admissible to the government officials who are the members of the sports council to attend the meeting is. എന്താണ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് ദാറ്റ് കാൻ ബി അഡ്മിസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ സ്പോർട്സ് കൗൺസിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള അറ്റൻഡ് ദ മീറ്റിംഗ്. അതിന് അനുവദിച്ചിരിക്കുന്ന എത്രയാണ് 30 ദിവസമാണ്, 30 days ആണ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഒഫീഷ്യൽസിന്, മെമ്പേഴ്സ് ഓഫ് ദ സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള മെമ്പേഴ്സിന്. പിന്നെ അടുത്ത നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് താലൂക്ക് കംസ് അണ്ടർ ക്ലാസ് 1 ഹില്ലി ട്രാക്സ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹില്ലി ട്രാക്സ് എന്ന് പറഞ്ഞാൽ, ഹില്ലി ട്രാക്സ് എന്ന് വെച്ചാൽ എന്താ, കുന്നിൻ പ്രദേശങ്ങളല്ലേ, ഈ മലമുകൾ എന്നൊക്കെ പറയല്ലേ, കുന്നിൻ പ്രദേശങ്ങളുള്ളത് ആലപ്പുഴയിലും കൊട്ടാരക്കരയിലൊന്നും ഇല്ലല്ലേ, പിന്നെ എന്താ ഉള്ളത്, പത്തനംതിട്ടയാണ്. അപ്പോൾ എന്താണ് അത്, പത്തനംതിട്ട എന്ന് പറയുന്നത് ക്ലാസ് 1 ഹില്ലി ട്രാക്സിൽ ഉൾപ്പെടുന്ന താലൂക്കാണ്. പത്തനംതിട്ട താലൂക്ക് എന്ന് പറയുന്നത് ക്ലാസ് 1 ഹില്ലി ട്രാക്സിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ ദേവിക്കുളം, ഉടുമ്പൻചോല, പിരമേഡ്, പത്തനാപുരം, നെടുമങ്ങാട്, നെയ്യാറ്റിൻകരയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ ഇതുപോലെ കുന്നിൻ ഹില്ലി ട്രാക്സ് ക്ലാസ് 1 ഹില്ലി ട്രാക്സ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ പത്തനംതിട്ടയ്ക്ക് പറഞ്ഞ് ചിലപ്പോൾ ഉടുമ്പൻചോല ആയിരിക്കും ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ ഉടുമ്പൻചോല തന്നെ ടിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നോക്കാനായിട്ട് നിങ്ങൾ അപ്പൻഡിക്സ് 9 നോക്കണം, പേജ് 346 വായിച്ച് നോക്കണം. അതിനകത്ത് ലിസ്റ്റ് ഓഫ് ഹില്ലി ട്രാക്സ് എന്ന് പറഞ്ഞാൽ ആണ് ഈ അപ്പൻഡിക്സ് 9 ഉള്ളത്. അപ്പോൾ ഹില്ലി ട്രാക്സിൻ്റെ കുന്നിൻ പ്രദേശങ്ങളുടെ ലിസ്റ്റൊക്കെ അത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ നമ്മൾ അപ്പൻഡിക്സുമായിട്ട് ബന്ധപ്പെട്ട അപ്പൻഡിക്സിൽ ഉൾപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്, കുറേയധികം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിശോധിച്ചത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും നൽകുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.